ഹായ്, ഞാൻ ആമയാണ്. വളരെ ചെറിയ ചോദ്യത്തിന് വളരെ ചെറിയൊരു ഉത്തരം പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ആമി എന്താ ചെയ്യുന്നത്, ആമി എന്താ മാരീഡ് ആണോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചുള്ളൂ. അപ്പോൾ ബൈ ദ ബൈ, എനിക്ക് ആകെ 22 വയസ്സുള്ളൂ. 22 വയസ്സെന്ന് പറയുമ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷം എന്താ കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് തന്നെ എനിക്ക് എൻ്റെ കാര്യം സ്വന്തം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനെങ്ങനെയാണ് വേറൊരാളെ കൂടെ ഇത്തരത്തിൽ അയാളെ കാര്യം കൂടി ചെയ്യുക? പറയാം, ചിലപ്പോൾ പറയാം രണ്ടാൾക്ക് ഈക്വലായിട്ട് ചെയ്തൂടെ എന്നൊക്കെ പറയും. ഇൻ കേസ് എനിക്ക് കിട്ടുന്ന പാർട്ട്ണർ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പറ്റിയ ഒരാളല്ല, ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ബുദ്ധിമുട്ടാണ്. ലൈഫ് ലോങ് അങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത് കേട്ടോ. ചിലപ്പോൾ നല്ലൊരു പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന നല്ലൊരു പാർട്ട്ണറാണ് എനിക്കുള്ളതെങ്കിൽ ചിലപ്പോൾ ഞാൻ കല്യാണം കഴിക്കുമായിരിക്കും. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഒരിക്കലും 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. വേറൊരു കാര്യം, ഞാനിപ്പോൾ എൻ്റെ കാര്യം എനിക്ക് സ്വന്തം നോക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഫിനാൻഷ്യലി ഞാൻ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എൻ്റെതിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ വേറൊരാളെ ഉപദ്രവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. കല്യാണം കഴിച്ചിട്ട് ഇനിയിപ്പോൾ വൻ ഫ്ലോപ്പാണെങ്കിൽ തീർന്നില്ല എൻ്റെ ഫ്യൂച്ചർ. അതുകൊണ്ട് അങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ട്. ആഫ്റ്റർ മാരേജും ഇപ്പോൾ ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാത്തിലും ഒരു ലോക്ക് വന്ന് എല്ലാത്തിലും ഞാൻ വളരെ എൻ്റെ തീരുമാനം പോലും എനിക്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ എത്തിച്ചേരുന്നതെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്ക് ആരെയും ചുരണ്ടി നോക്കിയിട്ട് മനസ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. അല്ലാതെ ഇപ്പോൾ ഈ വ്ലോഗ് കാണുന്ന എൻ്റെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിവിടെ സെറ്റപ്പോ എനിക്കിവിടെ അങ്ങനെ ഒന്നുമില്ല. ഞാൻ എന്താ പറയുക, ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ. ഞാൻ ഇപ്പോൾ ഒരു പാർട്ട്ണർ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മാരേജിന് തീരെ പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. ഇനി ആർക്കും സംശയം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത്. ഇനിയും സംശയമുള്ള ആൾക്കാർ അതവിടെ കെട്ടിപ്പൊട്ടി വെച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല.